കൊടുംചൂടിൽ നട്ടം തിരിയുകയാണ് ജനങ്ങൾ. അതിനിടയിലാണ് ഇരുട്ടടിയായി രാത്രിയിൽ KSEBയുടെ വക ഒരു സമ്മാനം കൂടി ജനങ്ങൾക്ക് കിട്ടുന്നത്. രാത്രി വീടിനകത്ത് കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ ആളുകൾ നെട്ടോട്ടം ഓടുന്നു. സഹികെട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി KSEB ഓഫീസിൽ പാവിരിച്ച് കിടക്കുന്ന സ്ഥിതിയാണ് ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ ഈ കാണുന്ന പാലാരിവട്ടം KSEB ഓഫീസിലെത്തിയ ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും 8 വയസ്സുള്ള മകളും ഇവിടെ പാവിരിച്ച് കിടന്നുറങ്ങുന്ന ദൃശ്യങ്ങളടക്കം നമ്മളിപ്പോൾ കാണുന്നത്. സഹികെട്ടാണ് ഇങ്ങനെ പായെടുത്ത് ഇവിടെ വന്ന് കുഞ്ഞുമായി കിടന്നത്. ഇന്നലെയല്ല, മെനങ്ങാന്നാണ് ഞാൻ വന്നത്. മെനങ്ങാന്ന് വന്നിട്ടെന്ന് വെച്ചാൽ അതിന് മുമ്പത്തെ ദിവസം ഇതേപോലെ കറണ്ട് പോയിട്ട് രാത്രി കിടക്കാൻ പറ്റുന്നില്ല. കറണ്ടിൽ അവിടെ കിടന്ന് നമുക്ക് ഒരു രക്ഷയില്ല. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം അതിന് മുമ്പ് ഞാൻ 2 വട്ടം ഇവിടെ വന്ന് പറഞ്ഞു, കംപ്ലയിൻറ്റ് പറഞ്ഞു. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. 2 വട്ടം ഞാൻ ഇവിടെ വന്ന് കംപ്ലയിൻറ്റ് ചെയ്തു. 3-ാമത്തെ വട്ടമാണ് ഞാൻ വീട്ടിൽ പോയിട്ട് പായും എടുത്ത് പറഞ്ഞ് വൈഫിനോടും മോളോടും പറഞ്ഞു റെഡി ആവുമെന്ന് പറഞ്ഞു. അവരവിടെ പുറത്തിറങ്ങി നിൽക്കുക ചൂട് കാരണം. അവരെയും വിളിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്ന് പാ വിരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ കിടക്കും, നിങ്ങൾ എന്തെങ്കിലും ശരിയാക്കണം. എന്നിട്ടും 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്, ഏകദേശം 1 മണിയായപ്പോഴാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഇവരുടെ ഒരു കസ്റ്റമർ കെയർ ഉണ്ട് 1912. ഇതിനകത്ത് കഴിഞ്ഞ ദിവസം വിളിച്ചേക്കുന്നതാണ്. മെനങ്ങാന്ന് ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോയി. 1 മണിയായും പോയി. ഇന്നലെ വീണ്ടും 11 മണിയായും പോയതാണ്. 10 മണി കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി. 11 മണിയായപ്പോൾ ഒന്ന് വന്നിട്ട് 5 മിനിറ്റായി വീണ്ടും പോയി. പിന്നെ വന്നപ്പോൾ തൊട്ട് കസ്റ്റമർ കെയർ ഞാൻ വിളിക്കുക. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും എത്ര കോൾ ഞാൻ ഇതിനകത്തൊരു 20 കസ്റ്റമർ കെയർ വിളിച്ച നമ്പർ മാത്രമേ ഉള്ളൂ. കസ്റ്റമർ കെയർ വിളിച്ച നമ്പർ മാത്രമേ ഉള്ളൂ. എടുക്കത്തില്ല. ഇവിടെ വിളിച്ചാലും കിട്ടത്തില്ല. ലാസ്റ്റ് ഞാൻ ഇന്നലെയും ഞാനും കുഞ്ഞുമായിട്ട് ഇവിടെ വന്നു. 8 വയസ്സുള്ള മോളുമായിട്ട് ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ പാലാരിവട്ടം പോലീസുണ്ട്, SI ഉണ്ട്, എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്, കുറേ ജനങ്ങളുണ്ട്. പല ഏരിയയിലും ഇത് തന്നെയാണ് അവസ്ഥ. ഈ രാത്രി നമ്മളൊന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്ന സമയത്ത് 10 മണിയാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇത് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമാണ് ഇത് പോകുന്നത്. ഡെയിലി ഇതെങ്ങനെ പോകുന്നത്? സ്പെസിഫിക് ആയിട്ട് ഏരിയയിൽ 10 മണിയാകുമ്പം കറണ്ട് പോവുക. പിന്നെ ഈ ഒരു 1 മണി 2 മണിയാകുമ്പോഴാണ് കറണ്ട് വരുന്നത്. അത് ഈ സ്ഥിരം സ്ഥലത്ത് പോകുന്നതുകൊണ്ടാണ് ഇന്നലെ ഇത്ര ആൾക്കാർ ഇവിടെ കൂടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ ഏരിയയിൽ മാത്രമേ ഉള്ളൂ പ്രശ്നമൊന്നും. ഇന്നലെ വന്നപ്പോഴാണ് ഈ പല ഏരിയയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ രാവിലെ ഈ പൊരിഞ്ഞ ചൂടിനകത്ത് നമ്മൾ നടന്നിട്ട് രാത്രിയിലൊന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ അതും പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്നാൽ ഇതാണ് ജനങ്ങൾ പറയുന്നത്. ഇദ്ദേഹം 3 ദിവസമായി രാത്രി KSEB ഓഫീസിൽ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യനാണ്. ഒരു ദിവസം 8 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുമായി ഇവിടെ വന്ന് പാവിരിച്ച് കിടക്കുന്നു. എന്തൊരു ഗതികേടാണിതെന്നാണ് ജനങ്ങൾ ഒന്നടങ്കം ചോദിക്കുന്നത്. ഇതിനൊരു മറുപടി KSEBയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നത് പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല, ഉപയോഗം കൂടുന്നു, അതുമൂലം ഉണ്ടാകുന്ന പ്രതിസന്ധി എന്നാണ്. പക്ഷേ ജനങ്ങൾക്ക് ചൂട് കാലത്ത് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ അത് ഈ കാലത്ത് ഇടയിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ദുരിതമാണ് ആളുകൾ നേരിടുന്നത്. എങ്ങനെ ഇത് പരിഹരിക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് പാലാരിവട്ടം KSEB ഓഫീസിൽ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഉണ്ടായിട്ടുള്ളത്. ക്യാമറമാൻ ബിനു തോമസിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.